സഫാരി പോകാൻ വേണ്ടി കുളിച്ച് എല്ലാം റെഡിയായി. ഇയറിങ്സൊക്കെ ഇട്ട്, നെക്ക് പീസ് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഒരു കുന്ന് ലിപ്സ്റ്റിക് എടുത്ത് അടിച്ചിട്ടുണ്ട്. മുടി ഇന്ന് ഷാമ്പു വാഷ് ചെയ്തു. അതുകൊണ്ട് 5 മിനിറ്റ് ആവും ഇനി അത് ഉണങ്ങുമ്പോൾ. ഞാൻ അത് മാക്സിമം ഡ്രയർ ഒന്നും കൊടുക്കാറില്ല, ഹോട്ട് കൊടുക്കാറില്ല. മുടിക്ക് നാച്ചുറലായിട്ട് അത് ഉണങ്ങത്തേ ഉള്ളൂ. അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ബീഫ് ഞാൻ റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പത്തേരിയും കൂടി വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. കണ്ടോ, കുറച്ച് ബീഫ് റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പത്തേരിയും കൂടി വാങ്ങിച്ചിട്ട് അത് കഴിക്കും. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നം കാണും. ആ വിൻഡോയുടെ സൈഡിലുള്ളപ്പോൾ മാത്രം വീഡിയോ നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വിൻഡോയുടെ അവിടെ നമ്മൾ ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് നേരെ സഫാരി പോയിട്ട് കാണാം. പത്തിരി താഴെ നിന്ന് വാങ്ങിച്ചു. ബീഫ് ഞാൻ റോസ്റ്റ് ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ബാലൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ്. ഇനി ഇത് കഴിച്ചിട്ട് നേരെ സഫാരിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കുറച്ചേ ഉള്ളൂ, ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട്, അതെൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പോകുന്നു. ഇപ്പം മെയിൻ റോഡ്, ഇത് മെയിൻ റോഡാണ്. അപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ടി വിയിലൊക്കെ മൂവിക്കകത്തൊക്കെ കാണത്തില്ലേ, ദുബായ് അല്ല, ഷാർജയാണ്. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നതുമെല്ലാം. മോസ്ക്. ഈ മോസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഈ മോസ്ക് ലേഡീസിന് കയറാം. അങ്ങനൊരിതുണ്ട്. ഇത് നല്ല രസമാണ്, രാത്രി ഭയങ്കര രസമാണ്. ഇത് ഇവിടെ നിന്നും കുറച്ചുകൂടെ ഉള്ളൂ സഫാരിയിലോട്ട്. ഇതാണ് മെയിൻ റോഡാണ്. ഇത് കുറേ പള്ളികളിൽ ലേഡീസിന് കയറാം, ബാക്ക് സൈഡ് അതിനുള്ള ഇതുണ്ട്. പക്ഷേ നമ്മുടെ ഏരിയയിൽ കുറേ ഉണ്ട്. നമ്മുടെ റോഡിൽ തന്നെ ഒരു 2-3 ഉണ്ട്. പക്ഷേ അതൊക്കെ ചെറുതാണ്, അവിടെ ഒന്നും പറ്റില്ല. ഇവിടെ കയറാം. ഇത് മുവൈല ലുലു ആണ്. ഇവിടെ എല്ലാ വർഷവും വിൻ്റർ സെയിൽ നടക്കും. ഞങ്ങൾ ഇന്നാളെ വന്നിട്ടിനകത്ത് ഒന്ന് നോക്കിയായിരുന്നു. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് കർച്ചീഫ് മുതൽ പാത്രങ്ങൾ വരെ അതിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. എനിക്ക് നോക്കിയിട്ട് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എൻ്റെ ടേസ്റ്റ് അല്ല ഉണ്ട്. പക്ഷേ ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള നിറയെ ഡ്രസ്സുണ്ട്. ഒരു എന്താ പറയുന്നത്, കുഞ്ഞുങ്ങൾ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള നല്ലതായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. ബാക്കിയൊന്നും എനിക്ക് അത്ര ഇതായതുള്ളൂ. പിന്നെ നല്ല ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ ബെഡ്ഷീറ്റ് ഇതിനകത്ത് കിട്ടും. ലുലുവിലാണ്. ലുലുന്ന് നേരെ തിരിഞ്ഞാൽ സഫാരിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഏറ്റവും കൂടുതൽ ലുലുവിനേക്കാളും റഷ് ഉള്ളത് സഫാരി മാളിലാണ്. സഫാരിയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളും നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനും എല്ലാം കൂടുതൽ. അന്ന് സഫാരിയിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് ഒരു കുന്നോരം കടകളാണ്. ചോപ്പ് തൊട്ടിട്ട് നടക്കാൻ പറ്റും. ജ്വല്ലറികൾ, കുറേ ജ്വല്ലേഴ്സ് ഉണ്ട്. പിന്നെ ക്ലോത്തിങ് ഉണ്ട്. എല്ലാം കൂടുതലും ലുലുവിനേക്കാളും കൂടുതലും റെസ്റ്റോറൻറ്റും ഇതിനകത്താണ് കൂടുതൽ. ലുലുവിൽ ഇപ്പം ചെറുതായിട്ട് സ്റ്റാർട്ടായി വന്നിട്ടേ ഉള്ളൂ. 1-2 റെസ്റ്റോറൻറ്റ് പുതിയത് വന്നിട്ടുണ്ട്. ഒരു ട്രോളിയൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട്. എന്തായാലും സഫാരി വരെ വന്നതല്ലേ, നമുക്ക് നോക്കാം. സാലറി കിട്ടിയിട്ടില്ല, സാലറിയിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നടത്തം. നമ്മൾ ഹോം മെയ്ഡ് ബിരിയാണിയൊക്കെ വെക്കാൻ തന്നെ ഇങ്ങനത്തെ പാത്രമുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇവിടെ 89 ആണ്. ഇത് എത്ര ലിറ്ററിൻ്റെ ആണെന്ന് ചോദിച്ചാൽ ഇത് ഓഫറിനാണ് അവരത് ഇതിട്ടേക്കുന്നത് കേട്ടോ. അത് നല്ലത്, അടിക്ക് പിടിക്കത്തുമില്ല, നല്ല ഇച്ചിരി ഒരു വെയിറ്റ് ഉണ്ട്. പക്ഷേ സൂപ്പർ സാധനമാണ്.